ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു പുതിയ വീഡിയോയുടെ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഹെയർ പാക്ക് വീഡിയോ ആണ്. നമ്മുടെ ഹെയർ നന്നായിട്ട് വളരാനും നമ്മുടെ ഹെയർ ഫോൾ കുറയാനും അതുപോലെ തന്നെ നമ്മുടെ ഹെയറിൽ നല്ല കട്ടി തോന്നിക്കാനും ഒക്കെ ആയിട്ടുള്ളൊരു നാച്ചുറൽ ഒരു ഹെയർ പാക്ക് വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് സമയം കളയാതെ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ നമുക്കിന്ന് ഹെയർ പാക്ക് റെഡിയാക്കാൻ ആവശ്യമുള്ളത് മുരിങ്ങയിലയാണ്. എല്ലാവരുടെയും വീട്ടിലുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ മുരിങ്ങയില എടുത്ത് നന്നായിട്ട് കഴുകി അത് നമ്മൾ ഇനി മിക്സിക്കകത്തിട്ട് അടിച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ മുരിങ്ങയില ഇല്ലാത്തവർ എവിടെന്നെങ്കിലും മുരിങ്ങയില കിട്ടുവാണെങ്കിൽ അത് ഉണക്കി പൊടിച്ച് എടുത്ത് വെച്ചാൽ മതി, എന്നിട്ട് അത് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിത് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ ഞാനിവിടെ അരയ്ക്കാനായിട്ട് കഞ്ഞിവെള്ളമാട്ടോ യൂസ് ചെയ്യുന്നത്. വെള്ളത്തിനേക്കാളും നല്ലത് കഞ്ഞിവെള്ളമാണ്. തലേദിവസമാണെങ്കിൽ നല്ലത്. എന്നിട്ട് ഞാൻ കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കാൻ പോവാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഹെയർ പാക്ക്. ഞാൻ പറഞ്ഞ പോലെ ഇത് മുരിങ്ങയിലയാണ്. എല്ലാവർക്കും അറിയാവുന്ന പോലെ മുരിങ്ങയിലേക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. വൈറ്റമിൻസും മിനറൽസും അതുപോലെ അയൺ, സിങ്ക് എല്ലാം അടങ്ങിയിട്ടുണ്ട് നമ്മുടെ മുരിങ്ങയിലയിൽ. വൈറ്റമിൻ എ, BSC, E എല്ലാം ഉണ്ട്. ഇതൊക്കെ നമ്മുടെ ഹെയർ ഫോളിക്കിൾ സ്ട്രെങ്ത് ആക്കാനും അതുപോലെ നമ്മുടെ മുടി വളരാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന വൈറ്റമിൻസും മിനറൽസും ഒക്കെ തന്നെയാണ്. ഓഫ് കോഴ്സ് നമുക്കറിയാവുന്ന പോലെ തന്നെ നമ്മൾ ഉള്ളിലോട്ട് കഴിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ നമ്മളിത് ഹെയറിൽ അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ ഹെയറിൽ നല്ല ഷൈനിങ് അതുപോലെ തന്നെ മുടി ഇൻസ്റ്റായിട്ടുള്ളൊരു സ്ട്രെങ്ത് നമുക്ക് തരത്തില്ലേ, അതും ഇതിൽ നിന്ന് കിട്ടും കേട്ടോ. ഞാനിത് ട്രൈ ചെയ്യാൻ തുടങ്ങി നമ്മുടെ കൊറോണ ടൈമിലില്ലേ, അന്നേരമായിട്ട് ട്രൈ ചെയ്യുന്നത്. നമുക്കിത് ഹെയർ പാക്ക് ആക്കി ട്രൈ ചെയ്യാം. ആഴ്ചയിൽ ഒരു തവണയൊക്കെ ചെയ്താലും മതി. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കാം. ഒന്നുമില്ല, ജസ്റ്റ് നമ്മൾ നമ്മുടെ സ്കാൽപ്പ് നന്നായിട്ട് അപ്ലൈ ചെയ്യുക. സ്കാൽപ്പ് കോൺസെൻട്രേറ്റ് ചെയ്ത് അപ്ലൈ ചെയ്യുക. അപ്പോൾ നമ്മുടെ സ്കാൽപ്പ് സ്ട്രെങ്ത് ആക്കാനൊക്കെ ആയിട്ട് നല്ലൊരു ഹെയർ പാക്കാണിത്. എന്നിട്ട് നമുക്ക് ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് ടിപ്പിലൂടെ അപ്ലൈ ചെയ്യാം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് കുറച്ച് തണുപ്പാണ് ഇതിനോട്ടോ. അപ്പോൾ തണുപ്പുള്ളപ്പം ഈ നീരിറക്കമൊക്കെ ഉള്ളവർ ഒന്ന് ശ്രദ്ധിച്ചിട്ട് അപ്ലൈ ചെയ്യുക. അതായത് തലയിൽ 20 മിനിറ്റ് വെച്ചാൽ മതി ആരാണേലും. അപ്പോൾ നീരിറക്കം അങ്ങനെ പ്രശ്നമുള്ളവർ ടൈം ഒന്ന് കുറയ്ക്കുക കേട്ടോ, ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പിള്ളേർക്കൊന്നും യൂസ് ചെയ്യേണ്ട കേട്ടോ, പിള്ളേർക്കൊന്നും പിടിക്കാൻ ചാൻസ് ഇല്ല. അപ്പോൾ നമുക്ക് ഇത് അപ്ലൈ ചെയ്യാം. പിന്നെ ചിലർ ഇതിലോട്ട് എനിക്ക് തോന്നുന്നു ഓയിൽ ആഡ് ചെയ്യുന്നത്. ഞാൻ ഓയിലൊന്നും ആഡ് ചെയ്തിട്ടില്ല. ഞാൻ ജസ്റ്റ് ഞാൻ പറഞ്ഞില്ല നമ്മുടെ കഞ്ഞിവെള്ളം ഉപയോഗിച്ച് ഞാൻ ഇത് അരച്ചെടുത്തതേ ഉള്ളൂ. ഓയിൽ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. പിന്നെ കഞ്ഞിവെള്ളത്തിന് പകരം വേണമെങ്കിൽ നമുക്ക് തൈര് അല്ലെങ്കിൽ പറഞ്ഞ പോലെ റോസ് വാട്ടർ എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ റൈസ് വാട്ടർ ആയിട്ട് ആഡ് ചെയ്യുന്നത്, അതായിരിക്കും നല്ലത്. സാധാരണ വെള്ളം ഒഴിച്ചരിക്കുന്നതിലും നല്ലത് ഇങ്ങനെ എന്തെങ്കിലും ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്കിത് ഈ തലയിൽ നമുക്കിത് അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ മുരിങ്ങയില ഇങ്ങനെ അരച്ചെടുത്തു. നമ്മൾ സ്കാൽപ്പിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നന്നായിട്ട് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. കൈ കൊണ്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ല ചെയ്ത് തരാനുണ്ടെങ്കിൽ അത്രയും നല്ലത്. എനിക്കിപ്പോൾ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ ചെയ്യണു. അപ്പോൾ ഒരു കണ്ണാടിയിലൊക്കെ നോക്കിയിട്ട് ചെയ്യുവാണെങ്കിൽ നല്ല കേട്ടോ. എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ ഹെയർ പാക്കൊക്കെ ഇടാനായിട്ട്. അപ്പോൾ ഞാൻ കൂടുതൽ സ്കാൽപ്പിൽ ഇടുന്നു. കുറച്ച് കട്ടി ഉള്ളതുകൊണ്ട് കുറച്ച് ഇറങ്ങാൻ പാടാൻ തോന്നുന്നു കേട്ടോ. എന്നാലും ഞാൻ ഇടുന്നു. നന്നായിട്ട് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്തു. എന്നിട്ട് ബാക്കിയുള്ളത് ടിപ്പിലിടാം കേട്ടോ. സ്കാൽപ്പ് കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്താൽ മതി. എന്നിട്ട് നമ്മൾ ഇങ്ങനെ കുനിഞ്ഞ് നിന്നിട്ട് ആ ബാക്ക് സൈഡും കൂടി ഇല്ലേ, അവിടെയും കൂടെ അപ്ലൈ ചെയ്യണം കേട്ടോ. അത് നല്ലതായിരിക്കും. അപ്പോൾ ഞാൻ ഫുൾ അപ്ലൈ ചെയ്തു. ബാക്കിലും ഫ്രണ്ടിലും ഒക്കെ അപ്ലൈ ചെയ്തു. അതുപോലെ തന്നെ ബാക്കിയുള്ളത് ടിപ്പിലും അപ്ലൈ ചെയ്തു. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇതാക്കി കൊടുത്തു. ഒരുപാട് നേരമൊന്നും വെക്കണ്ട കേട്ടോ. ഒരു 20 മിനിറ്റ് ഒക്കെ വെച്ചാൽ മതി. ഞാൻ പറഞ്ഞായിരുന്നില്ല, 20 മിനിറ്റ് ഒക്കെ വെച്ചിട്ട് നമുക്ക് വാഷ് ചെയ്ത് കളയാം. അപ്പോൾ ഞാൻ ഇതെൻ്റെ തലയിൽ അപ്ലൈ ചെയ്തിട്ട് ഞാനിങ്ങനെ ഒരു ബണ്ണ് പോലെ ഇങ്ങനെ കെട്ടി വെച്ചു കേട്ടോ. നമുക്കൊരു 20 മിനിറ്റ് 20-25 മിനിറ്റ് ടൈമുള്ള പോലെ വെക്കാം. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ നീരിറക്കമോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുള്ളവർ ടൈം കുറയ്ക്കുക കേട്ടോ. തണുപ്പാണല്ലോ ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അത്രേ ഉള്ളൂ. നമ്മൾ ജസ്റ്റ് വാഷ് ചെയ്ത് കളയുക. അപ്പോൾ ഞാൻ വാഷ് ചെയ്തിട്ട് മുടി ഇതെങ്ങനെ ഇരിക്കണേന്നും കൂടെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കണം. അപ്പം ട്രൈ ചെയ്ത് നോക്കുക, നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ ഒരു പുതിയ വീഡിയോയിൽ കാണാം. ബൈ. അപ്പോൾ ഇതാണ് ഹെയർ പാക്ക് ഇട്ട് കഴിഞ്ഞുള്ള മുടി കേട്ടോ. ഇത് ഒത്തിരി ഡ്രൈ ആയിട്ടില്ല, കാരണം ഞാൻ പെട്ടെന്ന് എടുത്തൊരു വീഡിയോ ആയതുകൊണ്ട് വാഷ് ചെയ്തിട്ട് അപ്പം തന്നെ എടുത്ത് കുറച്ച് ഉണങ്ങിയിട്ട് എടുത്ത, ഫുൾ ഡ്രൈ ആയില്ല. എന്നാലും നമുക്ക് കാണുമ്പോൾ അറിയാം മുടിക്ക് അത്യാവശ്യം കട്ടി ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല ഒരു സിൽക്കി ഒരു സ്മൂത്തി സ്റ്റൈലിൽ മുടി കിടപ്പുണ്ട്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഞാൻ പറഞ്ഞു എൻ്റെ മുടി ഒത്തിരി ഡ്രൈ ആയിട്ടില്ല, അതാണ് ശരിക്കും മനസ്സിലാവാത്തത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.